ഹായ് ഗൈസ്, എൻ്റെ പേര് അനിൽ. ഞാൻ കല്ലിങ്ങറ്റാറ്റയിലെ ടെക്നീഷ്യനാണ്. ഇന്നൊരു ചെറിയൊരു ഇൻഫർമേഷൻ വീഡിയോ ആണ് നമ്മൾ നോക്കുന്നത്. മറ്റൊന്നുമല്ല, അലൈൻമെന്റ് പ്രോപ്പർ അല്ലാത്ത ഒരു വണ്ടിയുടെ ടയറാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇത് ഒരു സൈഡ് മാത്രമായിട്ട് നല്ല രീതിക്ക് വെട്ടി ചെയ്യുന്നുണ്ട്. ഇത് അലൈൻമെന്റ് കറക്റ്റ് നോക്കാത്തതുകൊണ്ടാണ്. ഓരോ 5000 കിലോമീറ്ററിലും അലൈൻമെന്റ് കറക്റ്റ് നോക്കണം, അല്ലെങ്കിൽ ഇതുപോലെ ടയറിന് ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ വണ്ടി ഓടിക്കുന്ന ആരായാലും ഏത് കമ്പനിയുടെ വണ്ടി ആയാലും ഓരോ 5000 കിലോമീറ്ററിലും അലൈൻമെന്റ് ചെയ്യണം. ഇത് ഇടയ്ക്കിടയ്ക്ക് ടയർ ചെക്ക് ചെയ്യണം, വീൽ റൊട്ടേഷൻ ചെയ്യണം. അത് അവരുടെ സർവീസ് സെന്ററിൽ അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും സെന്ററിൽ നിന്ന് അലൈൻമെന്റും ടയർ റൊട്ടേഷനും പക്കയായിട്ട് നോക്കണം. അല്ലെങ്കിൽ ഇതേപോലെ ടയർ ഡാമേജ് വരും. പിന്നെ ഒരു ടയറിന്റെ വില ഏകദേശം 4000-5000 രൂപയോളം വില വരുന്നുണ്ട്. ഇത് നേരെ നോക്കിയിരുന്നെങ്കിൽ രണ്ട് സൈഡും ഒരുപോലെ തേന എങ്കിൽ ഇനിയും 10-20,000 കിലോമീറ്റർ വണ്ടി ഓടുമായിരുന്നു. ഇപ്പോൾ കസ്റ്റമറിന് അത്രത്തോളം നഷ്ടം വന്ന് ചെറിയൊരു അശ്രദ്ധ കാരണം വലിയ നഷ്ടമെന്ന് പറഞ്ഞത്. അവരുടെ ടയർ നോക്കിയിട്ട് ചെക്ക് ചെയ്യണം. മെയിനായിട്ട് വീൽ അലൈൻമെന്റ് ചെയ്യുന്നത് ടയർ ലൈഫ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഓരോ 5000 കിലോമീറ്ററിലും വീൽ അലൈൻമെന്റ് പക്കയായിട്ട് ചെയ്ത് ടയർ ലൈഫ് കിട്ടും, അല്ലെങ്കിൽ ഇതേപോലെ ഡാമേജ് വരും ലൈഫ്. അപ്പോൾ ഓക്കെ, താങ്ക്സ്.